ചീവീട് പോലെ അലക്കാതെ. എന്നാൽ ബാക്കി പറ. ഓവർ ക്യൂട്ട്നെസ് വാരി വിതറിയൊന്നും വേണ്ട. ഐ നോ യു കനോട്ട് റെസിസ്റ്റ് മൈ ക്യൂട്ട്നെസ്. ഇതിന് ഞാൻ മറുപടി തരുന്നില്ല. മറുപടി തരണ്ട, ബാക്കി കഥ പറഞ്ഞാൽ മതി. എന്താണ്? നമ്മളെ ആരോ ഫോളോ ചെയ്യുന്നുണ്ടോന്നൊരു സംശയം. താൻ ഇത് രണ്ടാമത്തെ തവണയാണല്ലോ പറയുന്നത്. ആരാടാ അവിടെ? രണ്ടാമത്തെ തവണയാണ് പറയുന്നതെങ്കിലും എനിക്കിത് തോന്നാൻ തുടങ്ങിയിട്ട് കുറെയായി. പക്ഷെ എനിക്കൊന്നും തോന്നുന്നില്ലല്ലോ. തനിക്ക് മാത്രം എന്താ അറിയില്ല, ബട്ട് ഐ കുഡ് ഫീൽ. എന്തായാലും ആരും നമുക്ക് നേരെ വന്നിട്ടില്ലല്ലോ. വരട്ടെ, അപ്പോൾ നോക്കാം. ഞാനേ കാണുന്ന പോലെയല്ല, വെരി പവർഫുൾ. ചിരിപ്പിക്കാതെ പോടെ. അത്ര വലിയ തമാശയായിരുന്നു അത്. എടോ, എന്റെ കയ്യിൽ ഇനിയുണ്ട് വെറൈറ്റി തമാശകൾ. പുറത്തെടുക്കണ്ട. പുറത്തെടുക്കാതിരിക്കാം. ബാക്കി പറ. ആ സിഒ എന്തിനാ തന്നെ അങ്ങനെ നോക്കി? തനിക്ക് ആ ഇന്റർവ്യൂ കിട്ടിയോ? താൻ നിന്റെ മനുവേട്ടനെ കാണാൻ പോയോ? സസ്പെൻസ് ഇടാതെ പറയടോ. മിസ് ഹൃദയ, യു ക്യാൻ ഗോ. അതെന്താ ആ പെണ്ണിനെ ആദ്യം വിളിച്ചേ? സർ, മേ ഐ? താങ്ക് യു സർ. So, Miss Hridaya, only one question. Why should I select you? Sir, I know I'm a fresher with no work experience, but I have much confidence in my skills. You won't regret appointing me to this position. More than that, I think you need an assistant with good tolerance and a hardworking mentality. And I can assure you that I will be dedicated and tolerant. Okay, Hridaya, you are appointed for the position. You can join tomorrow, and I'm reminding you I'm very strict with timing. Tomorrow you should be here before 9 o'clock in the morning. Today itself you should collect all my schedules and plans. Preeta, our HR will help you for some days. Hello Preeta, come to my cabin. Hridaya, I'm impressed with your proficiency achievements and I hope you won't disappoint me. No, sir. Sir? Yes, Preeta. Meet Miss Hridaya, my new assistant. Help her for some days as she is a fresher. Okay, sir. I will take care. Okay, Hridaya. See you tomorrow. Thank you, sir. എനിക്ക് ജോലി തന്നെന്നാണോ പറഞ്ഞേ? Really? No questions? No discussions? Nothing? അതെ അച്ഛാ, എനിക്കൊരുമാതിരി കിളി പോയ അവസ്ഥയായിപ്പോയി. അങ്ങേരെ കണ്ടാൽ ഒരു ആചാനുഭാഗു, നോട്ടം ദഹിപ്പിക്കുന്ന പോലെ. തീയുടെ മൂട്ടി നിൽക്കുമ്പോ നമുക്ക് എങ്ങനെ തോന്നും അതുപോലെ. എനിക്കാണെങ്കിൽ തൊണ്ടയൊക്കെ വരണ്ടുപോയി. വൈ ഷുഡ് ഐ സെലക്ട് എന്ന് ചോദിച്ചപ്പോൾ മനസ്സിൽ വന്നത് നിങ്ങൾക്കൊരു അസിസ്റ്റന്റിനെ വേണം എന്നുള്ളത് കൊണ്ട് എന്നായിരുന്നു. അങ്ങനെയെങ്ങാനും പറഞ്ഞാൽ തീർന്നില്ലേ? പിന്നെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞൊപ്പിച്ചു. ഒന്നിൽ പിഴച്ചാൽ മൂന്നെന്നാണ്. എന്തായാലും മൂന്നാമത്തെ ഇന്റർവ്യൂവിൽ നിനക്ക് ജോലി കിട്ടിയല്ലോ. അതെ, എന്തായാലും ജോലി കിട്ടി. പക്ഷെ അറിഞ്ഞിടത്തോളം നല്ല പണിയാ അങ്ങേരെ മേയ്ക്കുന്നത്. ഇന്ന് ഞാൻ അങ്ങേരെ ഷെഡ്യൂൾ എടുത്ത് നോക്കി. അച്ഛാ, 5-10 മിനിറ്റ്, അതാണ് അങ്ങേര് കഴിക്കാൻ എടുക്കുന്ന സമയം. അപ്പോൾ എനിക്കും അതായിരിക്കില്ലേ? ഞാനാണെങ്കിൽ സമയമെടുത്ത് ആഹാരം കഴിക്കുന്ന ആളും. നമുക്ക് നോക്കാടി. അല്ല മോളെ, ആവശ്യത്തിന് തുണിയുണ്ടോ നിന്റെ കയ്യില്? ഞാൻ പറയാൻ വരുമായിരുന്നു. ഞാൻ 2 ആഴ്ചത്തേക്കുള്ള തുണിയെ കൊണ്ടുവന്നോളൂ. അച്ഛൻ കുറച്ചെടുത്ത് കൊറിയർ അയക്കണേ. അഡ്രസ് ഞാൻ അയച്ചേക്കാം. താമസ സ്ഥലം എങ്ങനെ ഒത്തു? താമസ സ്ഥലം പ്രീതാമം തന്നെ സെറ്റാക്കി തന്നു. മാസം 8,000. പിന്നെ ഓഫീസിനടുത്ത 10 മിനിറ്റ് നടക്കാനേ ഉള്ളൂ. റൂമൊക്കെ സെറ്റാക്കി. ഇനി നാളത്തേക്കുള്ള പ്ലാൻ എല്ലാം നോക്കി ഒരു ചാർട്ട് സെറ്റാക്കണം. ഡ്രസ് അയൺ ചെയ്യണം, കിടക്കണം. അച്ഛാ, മനുവേട്ടൻ പാവത്തോട് ഉടനെ വരാന്ന് പറഞ്ഞ് വന്നതാ. അച്ഛനത് സമാധാനിപ്പിക്കണേ. നീ തന്നെ പറഞ്ഞു. നീ ഇന്ന് വരുമെന്ന് പറഞ്ഞ് വൈകുന്നേരം വന്ന് കയറിയതാ. നീ ഇന്ന് വരില്ല, നിനക്കൊരു ജോലി കിട്ടി, വീട്ടിൽ പോ എന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ എന്നോടും നിന്നോടും പിണങ്ങി നിന്റെ റൂമിൽ ഇരിക്കുക. അച്ഛനൊന്ന് ഫോൺ കൊടുത്തേ. മനു, ദാ നിന്റെ അമ്മു. അമ്മു, എപ്പോഴാ വരുന്നേ? മനുവേട്ടൻ പറഞ്ഞ പോലെ തന്നെ അമ്മുവിനിവിടെ ജോലി കിട്ടി. നാളെ തന്നെ ജോലിക്ക് കയറണമെന്ന് പറയുമ്പോൾ അമ്മു എങ്ങനെ അവിടെ വരുന്നേ? വേണ്ട, ഒന്നും പറയണ്ട. അമ്മു എന്നെ പറ്റിച്ചു. മനുവേട്ടൻ അങ്ങനെ പറയല്ലേ, അമ്മുവിന് സങ്കടം വരും. അമ്മു കരയുവാണോ? കരയല്ലേ, എന്റെ പിണക്കം മാറി. സോറി മനുവേട്ടാ, ഞാൻ അറിഞ്ഞില്ലല്ലോ ആ സാറ് നാളെ തന്നെ ജോയിൻ ചെയ്യാൻ പറയുമെന്ന്. ഇനി വരുമ്പോൾ മനുവേട്ടന്റെ വയറ് നിറയെ ഞാൻ അലുവ കൊണ്ടുവരാം. എന്തേ?
പോരാ. പിന്നെ എനിക്ക് അമ്മുവിന്റെ കവിളും വേണം കവളോ? എന്തിന്? കടിക്കാൻ. അയ്യേ. ഞാൻ മുന്നേ ഒരുപാട് കടിച്ചിട്ടുണ്ടല്ലോ, പിന്നെന്താ? ഓ തരാം തരാം, പക്ഷെ പിണക്കം മാറ്റണം. അതിന് അമ്മുവിനോട് എനിക്ക് പിണക്കമില്ലല്ലോ. കള്ളം. അപ്പോഴേ മനുവേട്ടാ, എന്റെ കവിള് വേണോ അലുവ വേണോ? രണ്ടും. പറ്റില്ല, ഒന്ന് പറ. എന്നാ കവിള്. അതെന്തേ? അമ്മുവിന്റെ കവിള് പോലെ അലുവ, അതാ എനിക്ക് അലുവ ഇത്ര ഇഷ്ടം. എടോ, ഈ മനുവേട്ടന് ഇയാളോട് ഉണ്ടായിരുന്നത് വേറൊരു ഇഷ്ടമല്ല എന്ന് ഉറപ്പുണ്ടോ? വേറെന്താവാനാ, മറ്റൊരു രീതിയിൽ ഞാൻ ചിന്തിച്ചിട്ടില്ല. ഞങ്ങൾ പണ്ടും അങ്ങനെയായിരുന്നു. ഞാൻ വലുതാകും തോറും ഒരു ചേട്ടൻ എന്നതിനേക്കാൾ എനിക്ക് മനുവേട്ടൻ ഒരു കുഞ്ഞുവാവയെ കൊണ്ട് നടക്കുന്ന പോലെയായിരുന്നു. ആ ആയിക്കോട്ടെ. ഇയാളുടെ സിഒ പിന്നെ എന്തായി? ആളുടെ പേരെന്താ? ഹർഷ്. ഹൃദ്യ ഹർഷ്. കൊള്ളാം. എന്നിട്ട് പറ, അയാള് തന്നോട് എങ്ങനെയായിരുന്നു? എന്നോടെങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ, ഹൃദയ, വാട്ട്സ് ദിസ്? സർ ഫയൽ. താനെന്തെന്നെ കളിയാക്കുവാണോ? ഈ ഫയൽ എന്താ ഇവിടെ? സർ ഫയല് പിന്നെ സാറിന്റെ ടേബിളിലല്ലാതെ വേറെ എവിടെ വെക്കേണ്ടത്? ഹൃദയ, എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. സർ എന്റെ ക്ഷമയാണ് പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. സാറിന്റെ പ്രശ്നം എന്താ? ഞാൻ എടുത്തു വെച്ച ചൂടുവെള്ളം കുടിച്ചില്ലേ? തന്നെ ജോലിക്ക് കഴിച്ചപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചില്ല വേലി കിടന്ന പാമ്പിനെ കഴുത്തിൽ ചുറ്റിയതുപോലെ ആകുമെന്ന്. അതെ, ഞാനും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ അനങ്ങാൻ പറ്റാതെ ആ കഴുത്തിൽ ചുറ്റിക്കിടക്കേണ്ടി വരുമെന്ന്. യെസ്, ഇതിപ്പോൾ ഈ ഫയല് രോഗത്തിന് തിരികെ കൊടുത്തിട്ട് സാറിന് ഒപ്പിടാൻ സൗകര്യമില്ല, ഇതുപോലെ ഈച്ച കോപ്പി അടിച്ച് ഒന്നുകൂടെ തരാൻ പറയണോ? അതോ? ഞാൻ പറയും, ഇങ്ങോട്ട് ഉണ്ടാക്കാൻ വരണ്ട. ഓക്കെ, സൂക്ഷാല 1 cup hot water. ഇത്രയും ചൂടായിരിക്കുന്നതിന്റെ മണ്ടേ കൂടെ വൈ ഹോട്ട് വാട്ടർ? കുറച്ച് തണുത്തവെള്ളം എടുക്കട്ടെ? Do what I said. എടേ, ഇയാളിത് ഉണ്ടാക്കി പറയുന്നൊന്നുമല്ലല്ലോ. ഇങ്ങനെയൊക്കെയാണോ സിഒ ഒരു അസിസ്റ്റന്റ്? അല്ല, അങ്ങനെ ആയിരുന്നുമില്ല. ആദ്യം തൊട്ടേനും പിടിച്ചതിനും എല്ലാം എന്റെ നെഞ്ചത്ത് കയറലായിരുന്നു. ഒരു കാര്യമില്ലേലും തുള്ളാൻ വരും. ഒരിക്കൽ സഹിയിട്ട് ഞാൻ മറുപടി കൊടുത്തു. ജോലി പോയെന്നാ വിചാരിച്ച്. ഞാൻ വേറെ ജോലി തപ്പാനും പോയി. പക്ഷേ പുള്ളി അങ്ങനെയൊന്നും നടന്നതായിട്ട് പോലും ഭാവിക്കാതെ പിറ്റേന്ന് എന്നോട് പെരുമാറിയപ്പോൾ എനിക്കൊരു ധൈര്യമായി. പിന്നെ പിന്നെ അതൊരു തഴക്കമായി. അങ്ങാര് എന്നെ ചൊറിയും, ഞാൻ തിരിച്ചു ചൊറിയും. അത് പിന്നെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി. ഒന്നുമില്ലെങ്കിൽ ആശാൻ കാരണം കണ്ടുപിടിച്ച് എന്റെ മണ്ടയ്ക്ക് കയറാൻ വരും. ഞാൻ തിരിച്ചും കൊട്ടും. ഇനി മൂപ്പർക്കൊരു കാരണം കിട്ടിയില്ലെങ്കിലോ, ഞാനായിട്ടൊരു കാരണം കണ്ടുപിടിച്ചു കൊടുക്കും. അടിയിട്ടില്ലെങ്കിൽ ഒരു ഏനക്കേട് പോലായിരുന്നു. ബാക്കിയുള്ള സ്റ്റാഫുകളോ? ബാക്കിയുള്ള സ്റ്റാഫ് അങ്ങേറെ നിഴൽ കണ്ടാ വിറയ്ക്കും. എനിക്ക് പുല്ലുവിലയായിരുന്നു. പിന്നെ മറ്റ് സ്റ്റാഫുകളുടെ മുന്നിലിട്ട് ഞാൻ അങ്ങനെ ചൊറിയില്ലായിരുന്നു. ഞങ്ങളുടെ ചൊറിച്ചിൽ ഞങ്ങൾക്കിടയിൽ മാത്രമായിരുന്നു. സത്യം പറഞ്ഞാൽ പരസ്പരമുള്ള ചൊറിച്ചിൽ ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തിരുന്നു. ഹൃദയ, 10 seconds. സർ, 9 seconds. ഐ ആം ഹിയർ. Who are you? സർ, ഹൃദയ. അതിനിടയ്ക്ക് എന്നെ മറന്നു. Stop your nonsense. എന്നോട് ചോദിക്കാതെ എന്റെ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ താനാരാ? ആരുമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ തീരുമാനം എടുത്തിട്ടില്ല. ഇല്ല, പിന്നെ ഇന്ന് ഈവനിങ് 5:30 ആരോട് ചോദിച്ചിട്ടാ മീറ്റിംഗ് വെച്ചേക്കുന്നത്? ഹലോ ഹലോ, ഇങ്ങോട്ട് പറയാതെ ഞാൻ ഒരു മീറ്റിംഗും വെച്ചിട്ടില്ല. ഏതാണ്ട് പ്രോജക്ട് അർജന്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യണമെന്ന് പറഞ്ഞല്ലേ ഇന്ന് മീറ്റിംഗ് വെച്ചത്. ആരെയും ലീവ് എടുക്കാൻ പോലും സമ്മതിച്ചില്ല. എന്നിട്ട് എന്റെ നെഞ്ചത്തോട്ട് കയറുന്നു. Shut up you. Cancel the meeting. We have to leave before 5. എവിടെ? എന്തിന്? We have to catch the flight at 9:30 p.m. So വിയോ? ഏത് ഫ്ലൈറ്റ്? yes, we are going to Germany. ഒരു മീറ്റിംഗ് ഉണ്ട്. സാറിന് മീറ്റിംഗ് ഉണ്ടെങ്കിൽ സാർ പോയാ പോരെ? വൈ മീ? പിന്നെ ബോർഡ് മീറ്റിംഗിന് എന്റെ കൂടെ എന്റെ അസിസ്റ്റന്റിനെ അല്ലാതെ അപ്പുറത്തെ അസിസ്റ്റന്റിനെ കൊണ്ടുപോകണം. ഞാൻ ഇതുവരെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിട്ടില്ല, അത് ഒരു അന്യപുരുഷന്റെ കൂടെ. എക്സ്ക്യൂസ് മീ, വാട്ട് ഡു യു മീൻ ബൈ അന്യപുരുഷൻ? ഞാൻ തന്നെ ഒന്നും ചെയ്യാനൊന്നും അല്ല കൊണ്ടുപോകുന്നത്. തനിക്ക് അവിടെ സെപ്പറേറ്റ് റൂം കാണും. മീറ്റിംഗ് ഡീറ്റെയിൽസ് തനിക്ക് ഞാൻ അയച്ചിട്ടുണ്ട്. മേക്ക് എ ചാർട്ട് ആൻഡ് പ്രിപ്പയർ യുവർസെൽഫ്. തനിക്ക് റെഡിയാകാനുള്ള സമയം കാൽക്കുലേറ്റ് ചെയ്ത് ഇവിടെ നിന്ന് ഇറങ്ങിക്കും. എല്ലാം സെറ്റ് ആക്കി ഓഫീസ് ഫ്രണ്ട് ഗേറ്റിന്റെ അവിടെ നിന്നാൽ മതി. ഞാൻ പിക്ക് ചെയ്തോളാം. പിന്നെ 5 days വേണ്ടി പാക്ക് ചെയ്തേക്ക്. കാലമാണ് ദൈവമേ, ജർമ്മനി ഈ മനുഷ്യന്റെ കൂടെ ഒറ്റയ്ക്ക്. അതെ സർ, എനിക്ക് ശൂശു പോണം. ശുശു, വാട്ട്സ് ദിസ് ലാംഗ്വേജ്? കാര്യം മനസ്സിലായില്ലേ? പോയാൽ പോരെ, എന്റെ അനുവാദം വേണോ? എനിക്ക് ഫ്ലൈറ്റിൽ അങ്ങനെ പോകണ്ടേന്ന് അറിയില്ല. സീരിയസ്ലി? ഞാൻ ആദ്യമായിട്ടാണെന്ന് എത്ര തവണ പറഞ്ഞു?
Excuse me, can you please show her how to use lavatory? Sure, sir. Ma'am. താനെന്താ ഇങ്ങനെ നടക്കുന്നേ? തണുത്തിട്ട്. സ്വെറ്റർ വല്ല എടുത്തിട്ട്. ഏത് സ്വെറ്റർ? താനൊന്നും കൊണ്ടുവന്നില്ലേ? എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കില്ലേ? ഓൾ ഓഫ് സഡൻ പാക്ക് ചെയ്ത് ഇറങ്ങിക്കോ ജർമ്മനിക്കെന്ന് പറഞ്ഞ കയ്യിലുള്ളതല്ലേ എടുക്കാൻ പറ്റൂ. നാട്ടിൽ അതിനു വേണ്ടി തണുപ്പുണ്ടോ സ്വെറ്റർ ഒക്കെ വാങ്ങി വെക്കാൻ? Thank you.